ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാരേജ് റിലീസ് ലിവറിനെ കുറിച്ചാണ് കേട്ടോ. അടുത്ത പാർട്ട് സീരീസാണ് ടൈപ്പ് റൈറ്റിംഗ് ഇത് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. കാരേജ് റിലീസ് ലിവർ. അപ്പോൾ ഇനി എന്താണ് കാരേജ് റിലീസ് ലിവർ എന്ന് വെച്ചാൽ, കാരേജിൻ്റെ ഇരുവശങ്ങളിലുള്ള രണ്ട് റിലീസ് ലിവറുകളുണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ നമ്മൾ പഠിച്ചു കാരേജ്. അപ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളിലോട്ടുള്ള ലിവേഴ്സാണ്, രണ്ട് റിലീസ് ലിവേഴ്സ് ഉണ്ട്. ഇനി റിലീസ് ലിവറിൻ്റെ പ്ലേറ്റിംഗ് ഭാഗം എന്ന് പറയുന്നത് നിക്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മെറ്റലാണ് നിക്കൽ എന്ന് പറയുന്നത്, അറിയാമല്ലോ. അതുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി റിലീസ് ലിവറിൻ്റെ നിക്കൽ പ്ലേറ്റിംഗ് ഭാഗം വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചാമോയ്സ് ലെതർ എന്ന് പറയുന്ന മെറ്റീരിയലാണ്, വസ്തുവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചാമോസ് ലെതർ എന്ന് പറയുന്നത്, വേറെ ഒന്നും ഉപയോഗിക്കില്ല. നിക്കൽ പ്ലേറ്റിംഗ് റിലീസ് ലിവറിൻ്റെ നിക്കൽ പ്ലേറ്റിംഗ് വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചാമോസ് ലെതറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാരേജ് റിലീസ് ലിവറിനെ കുറിച്ചുള്ളത്. ഇനി കുറച്ച് രണ്ടു ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് കാരേജ് റിലീസ് ലിവേഴ്സ് ഇൻ ടൈപ്പ് റൈറ്റർ എത്ര എണ്ണമാണ്? 2. അത് തന്നെ റിപ്പീറ്റ്, അത് തന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ കാരേജ് റിലീസ് ലിവേഴ്സ് ആർ ഫിറ്റഡ് ബൈ ദ സൈഡ് ഓഫ് ഡാഷ്. ഏതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ പേര് തന്നെയുണ്ട്, കാരേജിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഹൗ മെനി, നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ റിപ്പീറ്റ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ, അത് റിപ്പീറ്റ് ആയിട്ട് പലയിടത്തും ചോദിച്ചിട്ട് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. എത്ര കാരേജ് റിലീസ് ലിവർ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, കാരേജിൻ്റെ 2 ഭാഗത്തായിട്ട്. ഇനി വേറൊരു പാർട്ടാണ് മാർജിൻ ബെല്ലെന്ന് പറയുന്നത്. മാർജിൻ ബെല്ലെന്ന് പറയുന്നത് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ബാക്കിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ബെല്ലാണ് മാർജിൻ ബെല്ലെന്ന് പറയുന്നത്. ദ ബെൽ ഈസ് ട്രിഗേർഡ് വെൻ ദ ടൈപ്പിംഗ് പൊസിഷൻ ഈസ് ക്ലോസ് ടു ദ റൈറ്റ് ഹാൻഡ്. ടൈപ്പിംഗ് പൊസിഷൻ റൈറ്റ് ഹാൻഡ് മാർജിന് ക്ലോസ് ആകുമ്പോഴാണ് ഈ ബെല്ല് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബെൽ റിങ്സ് ഇൻ ദ ടൈപ്പ് റൈറ്റർ 5 സ്പേസ് ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് 5 സ്പേസ് മുമ്പ് ബെല്ല് റിങ് ചെയ്യും. ഇനി ഹിറ്റ് കാരേജ് റിട്ടേണിംഗ് ലിവർ ആഫ്റ്റർ യു ആർ ഡൺ ടൈപ്പിംഗ് ദ കറണ്ട് വേർഡ്. എന്ത് ചെയ്യണം? നമ്മൾ കാരേജ് റിട്ടേൺ ലിവറിൽ എപ്പോഴും ഹിറ്റ് ചെയ്യണം. നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കറണ്ട് വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കാരേജ് റിട്ടേൺ ലിവർ ഹിറ്റ് ചെയ്യണം. ഇഫ് ദ വേർഡ് ഈസ് ലോങ് വി ഹാവ് ടു ഹൈപ്പനേറ്റഡ്. വേർഡ് ഇപ്പോൾ വലിയ വേർഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹൈപ്പനേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.